പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് നാം കേൾക്കുന്ന ഈ വചനത്തെ വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന മക്കളെ, അങ്ങനെ ജീവിക്കുന്ന അനേകരെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ശ്രവിക്കുമ്പോൾ കർത്താവെ, അനേകരുടെ ഹൃദയങ്ങൾ കർത്താവെ മാതാപിതാക്കളോടുള്ള സ്നേഹത്താൽ നിറയുവാൻ, വിശുദ്ധിയാൽ നിറയാൻ, അഭിഷേകത്താൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവേ, അറിഞ്ഞോ അറിയാതെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ അവരെക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ അങ്ങ് സംസാരിക്കുവാൻ വചനത്തിലൂടെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില അനുഗ്രഹങ്ങൾ, ചില കൃപകൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കണമെന്നാണ്. അത് കർത്താവ് നൽകുന്ന കൽപ്പനയാണ്. ഇന്ന് അനേകർ ജന്മം നൽകിയ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പല സ്ഥലങ്ങളിൽ കാണുകയുണ്ടായി. അവരുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നതും, ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നതും ഇന്ന് അനേകരുടെ ജീവിതങ്ങളിൽ കാണുന്നുണ്ട്. ചില അനുഗ്രഹങ്ങളും ചില കൃപകളും ചില തടസ്സങ്ങളുമൊക്കെ അനേകരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം അവർ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ വേദനിപ്പിക്കുന്നതാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിതത്രേ. ദൈവത്തിൻ്റെ വാഗ്ദാനത്തോടുള്ള കൽപ്പനകളിൽ ഒന്നാണിത്. കർത്താവ് പറയുകയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നു മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണമെന്ന്. അതിലൂടെ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ നന്മകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ നാം ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പനകൾ മാറ്റി നിർത്തി മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിച്ചാൽ, മാതാപിതാക്കളെ നമ്മൾ ദ്രോഹിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മകളും ദൈവത്തിൻ്റെ കൃപകളും കടന്നു വരുവാൻ തടസ്സമാകും. നമ്മൾക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. അവരുടെ കണ്ണുനീര് നമ്മൾ മുഴുവൻ ഈ ഭൂമിയിൽ വീഴുവാൻ ഇടയാകരുത്. നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമായി മാറുവാൻ, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. നമ്മൾ തിരുവചനത്തിലേക്ക് തിരിയുമ്പോൾ മാതാപിതാക്കന്മാരുടെ കടമകൾ, അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം മുഴുവൻ നമുക്ക് പറഞ്ഞു തരികയാണ്. മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണമെന്ന്. തിരുവചനത്തിലേക്ക് അവിടുന്ന് തിരിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 3:4 പറയുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു.
പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. കണ്ടോ, ചില പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കാത്തതിൻ്റെ പ്രധാന കാരണം, ചില അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം, മാതാപിതാക്കളെ നമ്മൾ വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല, നമ്മൾ അവരെ വേണ്ട പോലെ പരിചരിക്കുന്നില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ കൂടുതൽ കൃപ നിറയാൻ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. വചനത്തിലേക്ക് തിരിയുമ്പോൾ പറയുകയാണ്, 9 പറയുകയാണ്, 3:9 പറയുക, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുമെന്ന്. നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ, നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുക, പിതാവിൻ്റെ അനുഗ്രഹം ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അതിൻ്റെ അടിത്തറ ഇളക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ചിലപ്പം അവർക്ക് കുറവുകളും ബലഹീനതകളും ഉണ്ടായിരിക്കാം. 13 പറയുക, അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക, നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കടമകൾ നിറവേറ്റി ദൈവകൃപയിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മേഖലകളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് വിട്ടുകൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അറിഞ്ഞോ അറിയാതെയൊക്കെ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് കൃപ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.